نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് റബ്ബിൻ്റെ മുമ്പിൽ നമ്മെ ഒരുമിച്ച് ചേർത്ത് എല്ലാവിധ കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യജീവിതവും പരസ്യജീവിതവും വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അടിസ്ഥാനമാക്കി ശുദ്ധീകരിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകാൻ പോകുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും. അതിൻ്റെ ഒരുക്കങ്ങളിലായി നമ്മുടെ വീടിൻ്റെ വൈറ്റ് വാഷിങ്ങും മല്ലിയും മുളവും അരിയുമൊക്കെ പൊടിക്കലും നമസ്കാരക്കുപ്പായും മറ്റൊക്കെ അലക്കലും പള്ളി വൃത്തിയാക്കലുമായി മാറാല തട്ടലും തുടക്കലും അങ്ങനൊരു ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും. യഥാർത്ഥത്തിൽ ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒരുക്കം നമ്മൾ ഒരുങ്ങേണ്ടത് മാനസികമായിട്ടാണ്. മനസ്സുമായി ബന്ധപ്പെട്ടുള്ള മാറാല തട്ടാനും പൊടി നീക്കാനും നിഷ്കളങ്കമാക്കാനും അങ്ങനെ ഇഖ്ലാസോടുകൂടി റമദാനിനെ വരവേൽക്കാനും വിശ്വാസികളായ നമുക്കെല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെയാണ് മാനസികമായി ഒരുങ്ങേണ്ടത് എന്നത് ഏറെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കർമ്മങ്ങൾ
സുന്നത്തായ തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുമ്പോൾ റസൂലുള്ള പറഞ്ഞത്, അന്ന് ഓരോ ആഴ്ചയിലും കണക്ക് അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന ദിവസം ഞാൻ നോമ്പുകാരനായി എൻ്റെ കണക്ക് റബ്ബിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നു എന്നാണ്. എന്നാൽ മാനസികമായി ആരോടെങ്കിലും നമ്മൾ പിണങ്ങിയോ തെറ്റിയോ അങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് ഭാര്യയോടാകാം, പുറത്താവാം, ഫ്രണ്ട്സാവാം, ആരാവാം, അകന്ന കുടുംബമാകാം, അയൽവാസിയാകാം, അങ്ങനെ ആരോടെങ്കിലും നമ്മൾ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു മൈന്യൂട്ട് കാര്യത്തിന്റെ പേരിൽ മനസ്സിൽ ഒരു കറ വെച്ച് അല്ലെങ്കിൽ ഒരു വെറുപ്പ് വെച്ച് അല്ലെങ്കിൽ ഒരു പിണക്കം വെച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അമൽ അള്ളാഹു സ്വീകരിക്കാതെ പെൻഡിങ്ങിൽ വെക്കുകയും ആ തെറ്റിയവരോട് നന്നായാൽ മാത്രം അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റമദാൻ ആകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മാനസികമായ ഒരുക്കം എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും മനസ്സിന്റെ മാറാല തട്ടി പൊടി തുടച്ച് വൃത്തിയാക്കി നിഷ്കളങ്കമായ ഒരു മനസ്സാകാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിലെ ആരാധനകളെല്ലാം ഈ മനസ്സുമായി ബന്ധപ്പെട്ട് അവിടെ ക്ലീനാകാൻ തന്നെയാണ്. ഇപ്പൊ നമസ്കാരത്തെ പറ്റി പറഞ്ഞോടത്ത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ, വെറുക്കപ്പെട്ടതും ചീത്തയുമായ സകലതൊന്നും മാനസികമായി മനുഷ്യൻ തിരിഞ്ഞു കളയുന്ന ക്ലിയർ ആകുന്ന അവസ്ഥയുണ്ടാകും 5 നേരത്തെ നമസ്കാരത്തിലൂടെ എന്നാണ്. ഇതുപോലെ നോമ്പിനെ പറ്റി പറഞ്ഞുകൊടുത്ത് ലഅല്ലക്കും തത്തഖൂൻ, ദോഷബാധയെ സൂക്ഷിക്കുന്ന ഭക്തനായി വിശുദ്ധനായി മാറും റമദാനിലെ നോമ്പിലൂടെ എന്നാണ്. ഹജ്ജിനെ പറ്റി പറഞ്ഞുകൊടുത്തോ, ഹലാലായ കാശുപയോഗിച്ച് മക്ബൂലും മബ്രൂറുമായി ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന ആൾ ഒരു ഉമ്മ പ്രസവിച്ച മോനെപ്പോലെ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമെന്നതാണ്. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയൊന്ന് ഇപ്പൊ ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ ബാക്കിലെ സീറ്റിലും മുന്നിലെ സീറ്റിൽ ഒരു ഉമ്മ കുട്ടിനെ എടുത്ത് ഇങ്ങനെ തോളിലിട്ട് നിൽക്കുമ്പോൾ നമ്മളെ മുഖത്തൊക്കെ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ നമുക്കിങ്ങനെ നേരെ കാണാമല്ലോ സീറ്റിൽ നിന്ന്. അപ്പൊ നമ്മളതിന് പേനൊക്കെ എടുത്തിട്ടും അല്ലാതെയും ചിരിപ്പിച്ചും കളിപ്പിച്ചോ നിൽക്കുക. എന്തുകൊണ്ടാണ്? ആരെ കുട്ടിയൊന്നും നമുക്കറിയില്ല, പക്ഷെ ആ കുട്ടിന്റെ മനസ്സിന്റെ ശുദ്ധതയാണ് നമ്മൾ ആ കുട്ടിയോട് വർത്തമാനം പറയുന്നത്. ഈ ഒരു മനസ്സ് ഈ റമദാൻ ആകുന്നതിന് മുമ്പ് നമുക്കുണ്ടോ? അങ്ങനെ ആവാൻ അങ്ങനത്തെ ഒരു തുടക്കലും ക്ലീനാക്കലും എന്റെ നിങ്ങളുടെ മനസ്സിന് സാധ്യമാകുന്നുണ്ടോ എന്നാണ് ഒന്നാമത് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത് സാമ്പത്തികമായ ശുദ്ധതയാണ്. അതായത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, വിജയം പ്രാപിച്ചിരിക്കുന്നു. യഥാർത്ഥ വിശ്വാസികൾ അവർ വിജയിച്ചിരിക്കുന്നു എന്നാണ് സൂറത്ത് മുഅ്മിനിലെ 1-ാമത്തെ ആയത്ത്. ആദ്യം വിജയം പ്രഖ്യാപിക്കുക, എന്നിട്ട് അവരെ ഗുണം പറയുന്നിടത്ത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തരായിക്കൊണ്ട് ഖുശൂഓടുകൂടി, ഒരു പഞ്ചായത്ത് ഒരു വില്ലേജ് ഓഫീസറടുത്ത് ഒരു ഒപ്പ് കിട്ടാൻ നമ്മൾ എത്രമാത്രം റെസ്പെക്റ്റോടുകൂടി നിൽക്കും. ആ ഒപ്പ് കിട്ടാൻ അത് നിൽക്കേണ്ടി നമുക്കൊക്കെ അറിയാം. പ്രപഞ്ചനാഥനായ റബ്ബിന്റെ മുമ്പിൽ ആ ഒരു നിൽക്കുന്ന നൃത്തം, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ മുഴുവൻ റബ്ബിന്റെ മുമ്പിലേക്ക് ഇതാ എന്റെ നമസ്കാരവും എന്റെ ത്യാഗവും എന്റെ ജീവിതവും എന്റെ മരണവുമൊക്കെ സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ നൃത്തം ഉണ്ടല്ലോ, ആ മുഖം തിരിച്ചുള്ള നൃത്തം, ആ നൃത്തത്തോടുള്ള ഭക്തി, ആ ഭക്തിയോടുകൂടിയുള്ള നമസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും. തുടർന്ന് വല്ലദീനഹും അനില്ലഹി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങൾ തിരിഞ്ഞു കളയും. അതെ, ആവശ്യമില്ലാത്തൊരു സ്ഥലത്തും ഒരു വിജയിച്ച മുഅ്മിൻ ഉണ്ടാകൂല. എവിടെങ്കിലും വെയിറ്റിംഗ് ഷെഡിലോ ആവശ്യമില്ലാതെ അവിടെ ഇരിക്കേ, ഓവാൽത്തുമലോ വെറുതെ പലയിടത്തും
ഇങ്ങനെ ഇരിക്കണ സ്വഭാവം, ക്യാരം ബോർഡ് കളിക്കണ, അവിടെ വായന കളിച്ചിരിക്കുക, അതേപോലെ പലയിടത്തും വെറുതെ ഇങ്ങനെ പോയിരിക്കുക. ഈ ആവശ്യമില്ലാത്തടത്ത്, ആവശ്യമില്ലാത്ത ടൂറ്, കുടുംബത്തോടു കൂടിയ പോണേ അതൊന്നുമല്ല, വേറെ ആവശ്യമില്ലാത്ത പലതും, അങ്ങനത്തെ ഒരു സ്ഥലത്തും വിജയിച്ച മുഅ്മിനെ കാണൂല. വല്ലദീനഹും അനില്ലാഹി ബിമുഅ്രിദൂൻ, അനാവശ്യങ്ങളിൽ തിരിഞ്ഞു കളയുന്നവരായിരിക്കും യഥാർത്ഥ സത്യവിശ്വാസികൾ. എന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സക്കാത്ത് നിർവഹിക്കുന്നവരായ, കൃത്യവും കണിശവുമായി സാമ്പത്തിക രംഗത്തുള്ള ശുദ്ധത, സക്കാത്ത് കൃത്യമായി നിർവഹിക്കും. സക്കാത്ത് കൊടുക്കാത്ത ഒരു മുതലുണ്ടോ, ആ മുതൽ പൂർണ്ണമായും അശുദ്ധമാകുക, പൂർണ്ണമായും അത് കേടാവുകയാണ്. പിന്നീട് ആ സക്കാത്ത് കൊടുക്കാത്തൊരു മുതൽ അതിൽ നമ്മളെ മക്കൾ കഴിക്കുമ്പോൾ, നമ്മളെ മക്കൾക്കും പേരക്കുട്ടികൾക്കും മാതാപിതാക്കളുമൊക്കെ അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ, അതാണാവട്ടെ പെണ്ണാകട്ടെ, സക്കാത്തിന്റെ മുതൽ കൊടുക്കാത്തതുണ്ടോ, അത് ആഭരണമാകട്ടെ, പണമാകട്ടെ, കാർഷിക വിളകളാകട്ടെ, എന്താവട്ടെ, അത് കൊടുക്കാത്തതുണ്ടോ, അവർക്ക് സാധാരണഗതിയിൽ നമ്മുടെ മയ്യത്തൊക്കെ ഇങ്ങനെ പള്ളിയിൽ മുമ്പിൽ വെച്ചിട്ട് ഒരു അനൗൺസ് ഉണ്ട്. അനൗൺസ് എന്താ? സാമ്പത്തികമായിട്ട് ആദ്യം പറയുന്നത് വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനൊരവസ്ഥ ഞമ്മക്കും വരും വിചാരിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? വിട്ടുപുറത്ത് കൊടുക്കണം. അത് നേരത്തെ പറഞ്ഞ് മനഃശുദ്ധിയായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനമായി പഠിപ്പിക്കണം എന്താണ്? ഇദ്ദേഹം സാമ്പത്തികമായി വല്ല ഇടപാടുമുണ്ടോ? അത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇതാ ഒരു സഹാബി പറഞ്ഞു, എനിക്ക് 2 ദീനാർ തരാണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദീനാർ തരാണ്ടായിട്ട്, കൊടുക്കാണ്ടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു കളയാണ് നിസ്കരിക്കാതെ. നിങ്ങൾ നിസ്കരിച്ചോളൂ സഹാബത്തിനോട് പറയുമ്പോൾ അതിലൊരു സഹാബി പറഞ്ഞല്ലോ, ഞാൻ ഏറ്റു റസൂലേ, നോക്കിയാൽ 2 ദീനാർ. നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കണം, അത്ര ചെറുത് മതി. ഷഹീദിന് പോലും കടം പൊറുക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണം. സാമ്പത്തിക രംഗം അതെ, അങ്ങനെയാണല്ലോ ഒരു സഹാബി ഞാനത് ഏറ്റു റസൂലെ എന്ന് പറയുന്നത്. അങ്ങനെ റസൂലുള്ള ഇമാമായി ആ മയ്യത്ത് നിസ്കരിക്കും. പിറ്റേന്ന് പള്ളിക്ക് വരുമ്പം റസൂലുള്ള ഈ സഹാബിയെ നോക്കുകയാണ്. അങ്ങനെ സഹാബിനെ അങ്ങനെ നോക്കി, സഹാബിനെ കണ്ട് അത് വീട്ടിയൊന്ന് വെക്കണം റസൂലുള്ള. അപ്പോ വീട്ടിൽ റസൂൽ ഞാൻ വീട്ടിക്കോളാം. ഈ സഹാബിയും ഈ 2 ദീനാർ വീട്ടാനുള്ള സാമ്പത്തികമായ പ്രയാസം ഉണ്ടാവും, വീട്ടിക്കോളാം. പിറ്റേന്ന് റസൂലുള്ള ചോദിക്കാണ്, നോക്കിയിട്ട് വീട്ടിയോന്ന് ചോദിച്ചു. ഇല്ല റസൂലെ, ഞാൻ വീട്ടിക്കോളാം. 3-ാമത്തെ ദിവസം നബിശ്വാസികൾ നോക്കുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ റസൂലെ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മയ്യത്ത് ഇപ്പോഴാണ് കടത്തുനിന്ന് മോചിതമായത് എന്ന് റസൂൽ പറയുമ്പോൾ അതിന്റെ ഗൗരവത്രേ. എന്നാൽ സഹോദരങ്ങളെ, അനന്തരാവകാശ സ്വത്ത് പോലും ആ കടം വീട്ടിയിട്ടാണ് നമ്മൾ വീതിക്കേണ്ടതെന്നാണ്. അതെ, അങ്ങനെയാണ്. എന്നാൽ ആ സമയത്തൊന്നും ചോദിക്കാത്ത ഒന്നാണ് സക്കാത്തിന്റെ പൈസ ആരെങ്കിലും കൊടുക്കാണ്ടോ എന്നൊരു ചോദ്യം എവിടെയും നമ്മൾ കേൾക്കാറില്ല. അതെന്താണ്? നമസ്കാരം പോലെ കൃത്യമായി സമയബന്ധിതമായി ചെയ്യേണ്ടുന്ന ഒന്നായതുകൊണ്ടാണ് ആ ഒരു ചോദ്യമല്ലാത്തത്. പക്ഷേ ആ രംഗത്ത് വളരെ പുറകിലാണ് പലരും. സദക്കും മറ്റുള്ളൊക്കെ കൊടുത്തു തരും, പക്ഷെ കണക്ക് കൂട്ടി കൃത്യമായി ഒരു മുഅ്മിന്റെ കയ്യിൽ എത്രയുണ്ട് എന്നത് ആ സക്കാത്തിന്റെ വീതാട് കൊടുക്കുമ്പോൾ മനസ്സിലാവും. എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു, എന്റെ അടുത്ത് 1,32,00,000 രൂപ സക്കാത്തിന്റെ പൈസ ഉണ്ട്. ഒരു കലശനായി ചെന്നവോ പറഞ്ഞ അത് പള്ളിക്ക് വേണോ ചോദിച്ചു. ഞാൻ പള്ളിക്ക് വേണ്ട, അത് അതിന്റെ അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കണ്ടല്ലോ, മതി, പള്ളിക്ക് നിങ്ങൾ വേറെ എന്തോ, അപ്പം 50,000 രൂപ എന്നാൽ വേറെ തരാം എന്ന് പറഞ്ഞു. അതായത് അത് കൃത്യമാണ് അയാളെ കണക്ക്. 1,32,00,000 എന്ന് പറയുമ്പോൾ അയാൾക്ക് എത്ര ഉണ്ടാവും? 2.5% കണക്കാണ് പറഞ്ഞത്. അത്ര ഉണ്ട് എന്നുള്ളത് ഇങ്ങോട്ട് പറയാം. എന്നാൽ അത്രയും എത്ര വലിയാണെന്ന് കൃത്യമായി കണക്ക് കൂട്ടി ആ സക്കാത്തിന്റെ വീതം കൊടുക്കുക എന്നത് അത് ഗൗരവമേറിയതാണ്. അതിനൊരംശം നമ്മളിൽ ഉണ്ടാകരുത്. സഹോദരിമാർ, ഭർത്താക്കന്മാർ
ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സഹോദരിമാരേറെ ശ്രദ്ധിക്കണം, ഭാര്യമാരും ഉമ്മമാരും ഒക്കെ. ഖുർആൻ പഠിപ്പിക്കണ്ടല്ലോ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദ, സ്വർണവും വെള്ളിയും കെട്ടിപ്പൂട്ടി വെക്കുകയും വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, റബ്ബിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്താൽ, അതിന്റെ കൃത്യതയോടുകൂടി ആ സക്കാത്ത് നൽകാതിരുന്നാൽ, യൗമ യുദ്ബ അദ്ബാറുഹും വജിബാറുഹും വനുഹൂറുഹും, അവരുടെ മുതുകിലും പെരടിയിലും പാർശ്വത്തിലും അതുകൊണ്ട് അയേൺ ചെയ്യപ്പെടും, ചൂടുവെക്കപ്പെടും, ഇസ്തിരിയിടും. അതെ, ഇവിടുന്ന് നരകത്ത് നാദമാക്കാനില്ല. ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചാൽ അതുകൊണ്ട് അനുഭവിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഈ രംഗം ശുദ്ധമാകാതെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്. നോമ്പിലേക്ക് പ്രവേശിക്കുമ്പം സാമ്പത്തിക രംഗവും സക്കാത്തിന്റെ കാര്യത്തിലും കൃത്യതയും കണിശതയുമായി കൊടുക്കാതിരുന്നാൽ നമ്മുടെ ദുആ പോലും സ്വീകരിക്കുക. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരാള് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, പക്ഷേ മത്അമു ഹറാം, അയാൾ കഴിക്കുന്ന ഭക്ഷണം ഹറാം കലർന്ന ഭക്ഷണമാണ്. മശ്റബു ഹറാം, അയാൾ കുടിക്കുന്ന വെള്ളം ഹറാം കലർന്ന വെള്ളമാണ്. മൽബസു ഹറാം, അയാൾ ഇട്ട ഡ്രസ് ഹറാമിന്റെ വസ്ത്രമാണ്. അങ്ങനത്തവന്റെ ദുആ റബ്ബ് കബൂൽ ചെയ്ത്, എത്ര കരഞ്ഞ് റമളാൻ നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വീകരിക്കാതെ പോകും. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായി എല്ലാം ശ്രദ്ധിച്ച് മനസ്സ് ശരിയാക്കി സാമ്പത്തിക രംഗം ശുദ്ധമാക്കി എല്ലാ രംഗത്തും വിശുദ്ധിയോടുകൂടി ഒരു റമളാനെ വരവേൽക്കാൻ നമ്മൾക്ക് സാധിച്ചാലോ? റസൂലുള്ളാഹി പറഞ്ഞു, രണ്ട് സഹാബികൾ ഒരുമിച്ച്, അതാ സഹാബത്ത് ചോദിക്കുകയാണ്, 2 സഹാബികൾ ഒരുമിച്ച് ഇസ്ലാം സ്വീകരിച്ചു. 2 പേരും ഒരുപോലെ ദീനിയായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന സഹാബത്ത്. 2 പേരും യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിന് പോയതിൽ ഒരു സഹാബി രക്തസാക്ഷിയായി. മറ്റേ സഹാബി 1 കൊല്ലം കൂടി ജീവിക്കാൻ അവസരമുണ്ടായി. സാധാരണ ഒരു മരണമാണ് അദ്ദേഹത്തിനുണ്ടായത്. എന്നാൽ കൂടെയുള്ള ആളോ രക്തസാക്ഷിയായ നമുക്കറിയാലോ, ഒരു ഷഹീദാകാന്ന റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തം വാർന്ന് വെട്ടേറ്റ് ഷഹീദാകുമ്പോൾ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, എന്നെ ഒന്നുകൂടി ദുനിയാവിലേക്ക് വിട്ടിട്ടാ, ഞാൻ ഒന്നുകൂടി വെട്ടേറ്റ് രക്തസാക്ഷിയായി വരട്ടെ അല്ലാ എന്ന് പറയുന്ന അത്രക്ക് പ്രതിഫലമുള്ള സ്വർഗം നേരിട്ട് കാണാൻ സാധിക്കുന്ന ആ ഒരു രക്തസാക്ഷിത്വം. അങ്ങനെ ഷഹീദായ മനുഷ്യൻ. ഇപ്പുറത്തോ സാധാരണ 1 വർഷം കൂടി ജീവിച്ച് സാധാരണ മരണം മരിച്ച മനുഷ്യൻ. അപ്പോ ഈ 2 പേരും പരലോകത്ത് ഈ സാധാരണ രക്തസാക്ഷിയാകാതെ 1 വർഷം ജീവിച്ച് മരിച്ച മനുഷ്യനാണ്, ആ സഹാബിക്കാണ് പരലോകത്ത് ഏറ്റവും സ്ഥാനവും ഏറ്റവും അമല് മുൻതൂക്കം നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പം റസൂലുള്ളാഹി ചോദിക്കണ എന്താ സംശയം? അദ്ദേഹത്തിന് ഒരു റമളാൻ ഏറെ കിട്ടിയില്ലേ എന്നാണ്. അപ്പൊ ഈ ഒരു വിശുദ്ധിയോടുകൂടി ഒരു റമളാൻ കിട്ടിയാൽ, ഒരു റമളാനിൽ കൂടി നമുക്ക് ആയുസ് കിട്ടിയാൽ, സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു ശുദ്ധതയോടുകൂടിയാണ് ആ റമളാൻ കിട്ടുന്നതെങ്കിൽ എത്രയാണ് നമുക്ക് പ്രതിഫലം, ഓരോന്നിന്റെയും പുണ്യം. അങ്ങനത്തെ ഒരു പുണ്യം നേടാൻ ഈ വരവേൽക്കുന്ന സമയത്ത് റമളാനെ അങ്ങനെ വരവേൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. വല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫഅയിലൂൻ, സക്കാത്ത് കൃത്യമായി നൽകുന്നവരാണ്, കണിശമായി സക്കാത്ത് നൽകുന്നവർ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, ഗുഹ്യാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതെ, ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരെ ഭാര്യമാരിലോ വലങ്കയുടെ ഭർത്തിയവരിലോ അല്ലാതെ അവർ ലൈംഗികാവയം അവർ ഉപയോഗിക്കില്ല. ഫമൻ ഇബ്തഗ വറാഅ ദാലിക ഫഉലൈകുമുൽ ആദൂൻ, അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ അതിക്രമകാരികളാകുന്നു. അതെ, അത്ര ഗൗരവത്തിൽ
ലൈംഗിക രംഗത്തുള്ള വിശുദ്ധി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഇന്നിപ്പോ ആകെ താളം തെറ്റി ലഹരിയേക്കാൾ മാരകമായി ഇന്ന് ഭയപ്പെടുന്ന ഒന്നാണ് നല്ല നിലക്ക് നടന്ന കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതേപോലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ ഓരോരുത്തരും ക്യാമ്പസിലും അതേപോലെ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും എന്തിനേറെ 8ലും 9ലും താഴോട്ട് പഠിക്കുന്ന കുട്ടികൾ വരെ ഒക്കെ ഇന്നിപ്പോ ആങ്ങളും പെങ്ങളുമാണ്, കസിനാണ്, ഞങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അന്യ സ്ത്രീക്ക് ഒരു അന്യ പുരുഷൻ കൈ കൊടുക്കൽ, ഷെയ്ക്കാൻഡ് കൊടുക്കൽ വരെ തെറ്റാന്ന് പറയുമ്പോൾ ഇന്ന് ഒരുമിച്ചിരുന്ന് വായിലേക്ക് വെച്ചു കൊടുത്ത് എല്ലാവിധ ഒരു മെമ്പർമെന്ന് പറയാൻ പറ്റാത്ത എല്ലാം നടക്കുന്നത് നേരിട്ട് കാണുന്നവരാണല്ലോ ഈ കുത്തുബ കേൾക്കുന്ന എല്ലാവരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ രംഗത്ത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും യഥാർത്ഥ മുഅ്മിൻ. അതെ, മൊബൈലൊക്കെ കയ്യിൽ കിട്ടിയാൽ പലരും നല്ല നിൽക്കുക നടക്കുന്നവർ വരെ തന്റെ സ്വകാര്യ ജീവിതത്തിൽ കടക്കുമ്പം എല്ലാവിധ വൃത്തികേടുകളും തോന്നിവാസങ്ങളും കണ്ട് അതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തെറ്റി. എന്തിനേറെ ചില കുട്ടികളുടെ മൊബൈൽ പലപ്പോഴും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മൊബൈൽ അഡിഷനായിട്ട് വരുമ്പോൾ ആ മൊബൈൽ എന്നിട്ട് വാങ്ങുമ്പോഴൊക്കെ ആ കുട്ടി വിറച്ച് പേടിച്ച് അതിന്റെ ലോക്കൊന്ന് പറഞ്ഞുതരാൻ പറയുമ്പോഴേക്ക് കുട്ടി തളരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. കാരണം ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും ഓരോരുത്തരെയും അവനെ മൊബൈൽ കൈ കിട്ടിയാൽ മതിയല്ലോ അവനെ ആരാ അവനെങ്ങട്ടാ പോടെന്ന് മനസ്സിലാവാൻ. അതുകൊണ്ട് അത്ര ഗൗരവമാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യാവയത്തെ കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു യഥാർത്ഥ മുഅ്മിനുകൾ, യഥാർത്ഥ വിശ്വാസികൾ. അതിന്റെ കാര്യത്തിൽ ഗൗരവത്തിൽ, അതെ, തന്റെ ഭാര്യമാരല്ലാത്ത ഒരാളുമായുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. ആ നിലക്ക് അത് കൃത്യതയോടുകൂടി പാലിക്കും. അതിനപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അവർ അതിക്രമകാരികളാകുന്നു. ഇസ്ലാം ഒരു സ്വയംഭോഗം ചെയ്യൽ പാടില്ലാത്തതാണ്. സ്വവർഗരതി, ആണുങ്ങളും തമ്മിൽ ലൈംഗിക ബന്ധം, പെണ്ണുങ്ങളും ലൈംഗിക ബന്ധം, എന്തിനേറെ ഇങ്ങനത്തെ ഒരുപാട് അവിഹിതം, ഇതെല്ലാം ഇസ്ലാം നിരോധിക്കുകയും അതെ ഇന്നിപ്പോ അതൊക്കെ അനുവദിക്കുമ്പോൾ നാണും പെണ്ണും ഒന്നാവാ, അല്ലെങ്കിൽ ഒരു ബാത്റൂം മതി, ബസ്സിലൊന്നും സീറ്റ് വേറെ വേണമെന്നില്ല, ഒക്കെ ഒന്നാണ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നതോ ഇതാ ഇങ്ങനൊക്കെ ചെയ്തവർക്ക് ഉണ്ടായ ശിക്ഷ അതാണല്ലോ ഡെഡ് സീ, ചാവുകടൽ. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അങ്ങനെ ആ ഫാഹിഷ, യാ ഖൗം, ഏ ജനങ്ങളെ, നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം, ഈ ഫാഹിഷത്തുനിന്ന്, ഈ വൃത്തികേടെന്ന്, ഈ തോന്നിവാസത്തിന് നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾ പെൺകുട്ടികളെ, എന്റെ മക്കളെ ഞാൻ കെട്ടിച്ചു തരാം, വിവാഹം ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞു ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനം ചെയ്തിട്ട് അതൊന്നും കേൾക്കാത്ത ആ ജനത അവസാനം അങ്ങോട്ട് താഴ്ത്തപ്പെടുകയും ഇന്നും ആ വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ താന്നുപോകാതെ സാന്ദ്രതയുള്ള നീന്തം പഠിക്കാത്ത ഒരാൾ പോലും വെള്ളത്തിൽ താകാതെ നിൽക്കുന്ന ആ വെള്ളം നിൽക്കുകയാണല്ലോ. അതാരാ? ഈ ലൈംഗിക വിശുദ്ധി പാലിക്കാത്തവർക്കുള്ള ശിക്ഷയാണ്. അതുകൊണ്ട് ഗൗരവമാണ്. ഇതൊക്കെ ഒരു കല്യാണത്തിനും ഒരു മറ്റുള്ളവർക്കൊക്കെ കൂടുമ്പം, ഇന്ന് മക്കൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പം അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടപഴകുമ്പം നമ്മൾ കസിനാണ് അതാണെന്ന് പല രീതിയിലുള്ളതും നടക്കുമ്പം അതെ അതിൻ്റെയൊക്കെ ഗൗരവം, ആ വിശുദ്ധി പാലിക്കാനുള്ള ശിക്ഷ നമ്മൾ ഗൗരവമായി കാണുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനത്തെ എല്ലാ രംഗത്തും സഹോദരങ്ങളെ. തുടർന്ന് ഖുർആൻ പറയാണ്, വല്ലദീനഹും ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ, അവിടെ അമാനത്തും കരാറും പാലിക്കും. ഒരു മുഅ്മിനാണോ വാക്ക് പറഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവണം. ഞാൻ അവിടെ എത്താം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തിയിരിക്കണം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് അതാണ് ഞാനത് എത്തിയിരിക്കുമെന്നാണ്. അതെ, ആ നിലക്കുള്ള ഉറപ്പ് കൊടുക്കുമ്പോൾ ഒരു മുഅ്മിൻ ഒരു കരാറ് പറഞ്ഞാൽ, ഒരു അമാനത്തേൽപ്പിച്ചാൽ അത് കൃത്യതയോടുകൂടി പാലിക്കുന്നവനാകുന്നു യഥാർത്ഥ വിജയിച്ച മുഅ്മിൻ. അതെ, കരാറും അതേപോലെ തന്നെ അമാനത്തും കൃത്യമായി പാലിക്കും.
അത് രണ്ടും ചെയ്യും. തുടർന്ന് വീണ്ടും ഈ മുഅ്മിനൂൻ എന്നുള്ള അധ്യായത്തിൽ വീണ്ടും പറയാണ് വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിദൂൻ. അവരുടെ നമസ്കാരത്തിൽ കണിശത പാലിക്കും, കൃത്യമായിരിക്കും. നേരത്തെ പറഞ്ഞത് വല്ലദീനഹും അലാ സലവാത്തിഹിം ഖദ് അഫ്ലൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തരായിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നതോ വല്ലദീനഹും അലാ സലവാത്തിഹിം യുഹാഫിദൂൻ. അവരുടെ നമസ്കാരത്തിൽ കണിശതയുണ്ടായിരിക്കും, സമയബന്ധിതമാകും. രണ്ടെണ്ണം ഒരുമിച്ച് കൂട്ടി ഒറ്റ ഒന്നുകൊണ്ട് തീർക്കുന്ന ആൾക്കാരല്ല. ദുഹർ അസ്ർ ഒപ്പം അങ്ങനല്ല. അതെ, ഓരോന്നിന്റെയും സമയത്ത് തന്നെ ആ ജമായത്തിൽ തന്നെ കണിശമായി അത് കൃത്യതയോടുകൂടി നിർവഹിക്കുന്നവരായിരിക്കും. ഇത്രയുമുണ്ടോ, ഈ ക്വാളിറ്റി ഉണ്ടോ, അവർ ഉലൈക ഹുമുൽ വാരിസൂൻ, അവർ അനന്തരാവകാശികളാകുന്നു. യഥാർത്ഥ അനന്തരം, ഇവിടുത്തെ സ്വത്തും അനന്തരം ഒക്കെ എന്ത് ചെയ്യും? മരിക്കുന്നതോടുകൂടി ഇവിടുത്തെ അനന്തരാവകാശികൾക്ക് വിട്ടുകൊടുത്തു പോകണം. എന്നാൽ ഈ ക്വാളിറ്റിയോടുകൂടി മനസ്സ് ശുദ്ധമായി വിജയിച്ച മുഅ്മിനായി, സാമ്പത്തിക രംഗത്ത് ശുദ്ധത പാലിച്ച്, ലൈംഗിക രംഗത്തുള്ള ശുദ്ധത പാലിച്ച്, കരാറുകൾ പാലിച്ച്, കണിശമായി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ചിട്ട പാലിച്ച്, സക്കാത്ത് നിർവഹിച്ച്, അങ്ങനെ എല്ലാ കാര്യത്തിലും വിശുദ്ധി പാലിച്ച് ജീവിക്കുന്നവർക്കതാ അനന്തരം. ഉലൈകുമുൽ വാരിസൂൻ, അക്കൂട്ടരാകുന്നു അനന്തരാവകാശികൾ. എന്തിന്റെ? അല്ലദീന യരിസൗനൽ ഫിർദൗസ് ഹും ഫിഹാ ഖാലിദൂൻ. അവർ ഫിർദൗസ് എന്നുള്ള സ്വർഗത്തിലായിരിക്കും, അതിലവർ നിത്യവാസികളുമായിരിക്കും. സഹോദരങ്ങളെ, അങ്ങനത്തെ ആ ഒരു സ്വർഗം കിട്ടാൻ വിശുദ്ധമായി കൃത്യതയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഈ റമദാനിനെ വരവേൽച്ച് ആ സ്വർഗത്തിലേക്ക് പോകുന്ന പ്രവർത്തനത്തിൽ നിരതമാകാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. റബ്ബ് അതിനുള്ള തൗഫീക്ക് നമുക്കും കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമുത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി റബ്ബിന്റെ കൽപ്പനകൾ യഥാവിധി പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ള തൗഫീക്ക് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. നരകവും സ്വർഗവും മാറി മാറി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ സ്ഥലത്ത് നരകം പറഞ്ഞോ അവിടൊക്കെ അടുത്ത ആയത്ത് സ്വർഗമായിരിക്കും. എവിടെ സ്വർഗം പറഞ്ഞോ അവിടൊക്കെ നരകം പറഞ്ഞു. ഈ സ്വർഗപ്രവേശനം ലഭ്യമാകുന്ന മാസമാണ് റമദാൻ. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, വിശുദ്ധമായി അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സൽക്കർമ്മരംഗത്ത് നമ്മളൊക്കെ നിരതമാകാനും, ഈ റമദാനിൽ ആയുരാരോഗ്യത്തോടെ നോമ്പ് നോൽക്കാനും ആയുസ്സിനുമൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനും, അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഇതെല്ലാം കേട്ടിട്ടും നമുക്കൊക്കെ എത്ര റമദാൻ കഴിഞ്ഞു പോയിട്ടും എത്ര കുത്തുബകളും ക്ലാസ്സിലും ഒക്കെ ഇട്ടും നമ്മളൊരു ആ ഒരു ദിനങ്ങട് ഉയരാതെ, അല്ല നമ്മൾ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ആവർത്തിച്ചും തൽക്കാലൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തും അങ്ങനെയൊക്കെ ആണെങ്കിൽ, എന്നിട്ട് നമ്മളൊരു പഴയ ജീവിതമാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതും വിശുദ്ധ ഖുർആൻ സൂറത്ത് മുൽക്കിലൂടെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ ഉൽഖൂ ഫിഹാ സമീഉ ലഹാ ശൈഖൻ ഫയദഫു. അതിലേക്ക്, ആ നരകത്തിലേക്ക്, ആ നരകത്തിന്റെ ആഘാതം പറഞ്ഞിട്ട് അതിലേക്ക് എറിയപ്പെടുമ്പോണ്ടാകുന്ന രംഗം, തഖാദു തമയ്യസു മിനൽ നരകം അതിന്റെ ഉഗ്രകോപ നിമിത്തം പൊട്ടിച്ചിതറി വേർപെട്ടു പോകുമാറുന്ന സമയത്ത്, കുല്ലമാ ഉൽഖിയ ഫിഹാ ഫൗജുൻ
സഅലഹും ഹസനതുഹാ അലം യഅതികും നദീർ. അതിലെ പാറാവുകാരായ മലക്കുകൾ ഓരോ സംഘത്തെയും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ? വിശുദ്ധമായ ജീവിതം നയിക്കാനും തൗഹീദ് ഉൾക്കൊള്ളാനും ശിർക്കിന് മോചിതമാകാനും എല്ലാ രംഗത്തും ശുദ്ധതയോടുകൂടി യഥാർത്ഥ ഈമാനുള്ള ആളുകളാകാനൊക്കെയുള്ള മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടും അതൊക്കെ വന്നിട്ടില്ലേ എന്ന് ചോദിക്കും നരകാഗ്നിയിലെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയണത് അലം യഅതികും നദീർ, മുന്നറിയിപ്പുകാർ വന്നില്ല. ചോദ്യത്തിന് കാലു അവർ പറയും ബലാ ഖദ് ജാഅനാ നദീർ, അതേ ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിരുന്നു. ഫകദ്ദബ്നാ, ഞങ്ങളവരെ കളവാക്കി. വഖുൽനാ, ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളാണ് മോശക്കാർ, നിങ്ങളാണ് വഴിവെച്ചവർ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ കളിയാക്കി. അങ്ങനെയാണല്ലോ ആൾക്കാര്. എന്താ ഈ നെര്യാടിന്റെ മേപ്പടെ കൊടുത്ത് താടിയൊക്കെ നീട്ടി എന്താ കഥ എന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങോട്ട് തിരിഞ്ഞിട്ടേ അതെ പേര് കാണുമ്പോ സലാമുദൊക്കെ ഉണ്ടാവും, അങ്ങോട്ട് തിരിഞ്ഞിട്ട് കളിയാക്കി പലരെയും. നേരെ ദീനിയായി നടക്കുന്നത് എന്നുള്ളൊരു കളിയാക്കൽ. ഇന്നത്തെ കാലത്തെ ഇതിലൊന്നും ചേരാത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുകയെന്ന് ഞങ്ങൾ ചെയ്തു. അതെ, വക്കദ്ദബ്ന, ഞങ്ങൾ കളവാക്കുകയും ഞങ്ങൾ കളിയാക്കുകയും ചെയ്തു. എന്നിട്ടോ വഖുൽന, ഞങ്ങൾ പറഞ്ഞു മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങളാണ് മോശക്കാർ, നിങ്ങളാണ് വഴിവെച്ചവർ, നിങ്ങളാണ് കാലത്തിന്റെ കളിയച്ചൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ നടക്കുന്നു പറഞ്ഞ് അവരോട് ഞങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ട് അവർ വീണ്ടും നരകത്തിൽ വിലപിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. വഖാലു, അവർ പറയുകയാണ് ലൗ കുന്നാ നസ്മഉ, അന്ന് ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഔ നാട്ടിൽ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബി സഗീർ, ഈ ജ്വലിക്കുന്ന നരകത്തിൽ കിടന്ന് കരിയേണ്ട ഗതികേട് വരില്ലായിരുന്നു എന്ന് വിലപിക്കുന്ന രംഗം. സഹോദരങ്ങളെ, അത് വരാതിരിക്കാൻ നമ്മൾക്കെല്ലാവർക്കും പ്രാർത്ഥനയും വിശുദ്ധമായ ജീവിതം ഉണ്ടാകണം. എങ്ങനെയാവണം? എന്താണ് ഇതിന് പരിഹാരം? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ അദൃശ്യമായതിൽ ഭയക്കുക. സദാ നമ്മളെ കാണുന്നതിനുള്ള ആ ഭയന്ന് നേരെ ചൊവ്വെ ജീവിക്കുന്ന ലഹും, അവർക്കുണ്ട് മഗ്ഫിറത്ത്, പാപമോചനമുണ്ട്. വഅജ്റുൻ കബീർ, മാന്യമായ പ്രതിഫലമുണ്ട്. വസിറു ഖൗലക്കും അവ്ജിഹറു ബി, നിങ്ങളെ വാക്ക് ഉറക്കെയാക്കിക്കോളി, പതുക്കെയാക്കിക്കോളി. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അല്ലാഹ് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളെ മനസ്സ് ശുദ്ധമാക്കി റബ്ബിനെ ഭയന്ന് ഈ നരകാഗ്നിന്ന് മോചിതമാണെന്നുള്ള ചിന്തയോടുകൂടി സ്വർഗപ്രവേശത്തിലുള്ള പ്രവർത്തനങ്ങൾ നിരതമാകാൻ വിശ്വാസികളായ നമുക്കെല്ലാവർക്കും സാധ്യമാകണം. നമ്മുടെ കുടുംബത്തിന് അതിന്റെ താക്കീത് നൽകണം. അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ,